ജനകീയ ബദൽ നയങ്ങൾ നടപ്പിലാക്കി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തങ്ങളെ ഏൽപ്പിച്ച ജോലി, കർമ്മം ഞങ്ങൾ എന്തു തന്നെ വന്നാലും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ കണ്ടില്ലേ, ആ കുരിശിക കയ്യിൽ കിട്ടിയപ്പോൾ ആ പല്ലില്ലാത്ത മോണ കാണിച്ചുകൊണ്ട് ഈ നോട്ടിങ്ങനെ രണ്ട് കയ്യിലും പിടിച്ചിട്ട് ചിരിക്കുന്ന ആ അമ്മൂമ്മമാരുടെ ചിത്രം. ഈ കേരളത്തിലെ മനം കുളിർക്കാത്ത ഏതെങ്കിലും ഒരാള് ആ സമയത്തുണ്ടോ ആ ചിരി കണ്ടിട്ട്? ഞങ്ങളോട് ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ബദലാ ഇവിടെ വെക്കുന്നത്? ഇതൊക്കെ തന്നെയാ ഞങ്ങളെ ബദല്. ഇതൊന്നും മഹാകാര്യമായിട്ട് വലതുപക്ഷത്തിന് തോന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇതെല്ലാം മഹാകാര്യമാണ്. അതാണ് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ഈ മണ്ണിൽ ജീവിക്കുന്നു. നാം നാളെ ഈ നാടിനെ എന്തു ചെയ്യുന്നു എന്താണ് പ്രശ്നം. അതിനു വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഇതില് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ ജാതി മതഭേദ ചിന്തയോ ഒന്നും വേണ്ടതില്ല. എല്ലാവരും ഇതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഇപ്പോൾ 1 വർഷമേ ആയുള്ളൂ, ബാക്കി കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. ഒറ്റയൊന്നേ നിങ്ങളോടെല്ലാവരോടുമായി, ഈ കേരളത്തിലെ ജനങ്ങളോടായി, ലോകത്താകെയുള്ള മലയാളികളോടായി ഈ സർക്കാരിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായതിനാൽ നിലവിലുണ്ടായിരുന്ന സംവിധാനം തകർന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എണ്ണിയാൽ ഒടുങ്ങാത്ത വഴിവിട്ട നീക്കങ്ങളായിരുന്നു ഇതിന് പിന്നിൽ. ഒരു സർക്കാരിന്റെയും സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ നടത്തിയവരെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാമെന്നാണ് കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചത്. അത് ചെയ്തവർ എത്ര ഉന്നതരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നും മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന ഒരു നാടൻ ചൊല്ലുണ്ട്, അവിടെയാണ് കാര്യങ്ങൾ എത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ, നിയതമായ കീഴ്വഴക്കങ്ങൾ ഒന്നും ബാധകമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ. അതിൻ്റെ ഫലമായി ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം തകർന്നുപോയി. ആ തകർച്ച ഭീകരമായിരുന്നു എന്ന് നാം ഓർക്കണം. ആ തകർന്ന സിസ്റ്റം അതിനിടയാക്കിയത് വഴിവിട്ട നീക്കങ്ങളായിരുന്നു. ആ വഴിവിട്ട നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും അതിൽ പങ്കാളികളായവരും നിസ്സാരന്മാരായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി ഒരു സർക്കാർ സംവിധാനങ്ങളെ ആകെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വഴിവിട്ട നീക്കങ്ങളിൽ ഏർപ്പെട്ടവരെയും ദുർവൃത്തരെയും എല്ലാ കൊള്ളരുതായ്മകൾക്കും നേതൃത്വം കൊടുക്കുന്നവരെയും എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്ന ഗവേഷണമാണ് ആ കാലത്ത് ഇവിടെ നടന്നത്. ഇത് മോന്തായം വളഞ്ഞാൽ 64 വളയും എന്ന് സാധാരണ നിലത്തൊരു നാടൻ ചൊല്ലുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. LDF സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടികൾ നടന്നിരുന്നത്. ശ്യാം ദേവരാജ് തത്സമയം ചേരുന്നു. ശ്യാം, ഇപ്പോഴും പരിപാടികൾ പുരോഗമിക്കുകയാണോ? ഉദ്ഘാടന പരിപാടികൾ എങ്ങനെ നടന്നു? വിശദാംശങ്ങൾ. ധന്യ, അല്പം മുൻപാണ് വാർഷികാഘോഷ പരിപാടികളുടെ ചടങ്ങ് നിശാഗന്ധിയിൽ സമാപിച്ചത്. ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നിലപാടുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ജീർണ രാഷ്ട്രീയ സംസ്കാരമാണ് കഴിഞ്ഞ UDF സർക്കാർ സംസ്ഥാനത്ത് വളർത്തിയത്. നടക്കരുതാത്തതെല്ലാം ആ ഭരണ കാലഘട്ടത്തിൽ നടന്നു. അതിന് സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF ദുരുപയോഗം ചെയ്തു. അവിടെ നിന്നാണ് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം ഇടതു സർക്കാർ തുടങ്ങിയത്. അതായത് അത്തരം വിഴുപ്പുകളെയും അത്തരം ഭാണ്ഡങ്ങളെയും അഴിമതി ഉൾപ്പെടെയുള്ളവയെ തുടച്ചു നീക്കുന്നതിൽ നിന്നാണ് ഇടതു സർക്കാർ നവകേരളം കെട്ടിപ്പടുക്കുന്ന ഒരു ഉദ്യമം തുടങ്ങിയത്. UDF സർക്കാരിന്റെ കാലഘട്ടത്തിലെ പല വിഴുപ്പുകളും സർക്കാരിന് പേറേണ്ടി വന്നു. ഇത് സർക്കാർ രീതി അനുസരിച്ച് മാറ്റാനാകാത്ത ഒന്നാണ്. കാരണം ഒരു സർക്കാരിന്റെ തുടർച്ചയാണ് അടുത്ത സർക്കാർ. ആ രീതിയിലാണ് പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞതും. സർക്കാർ കഴിഞ്ഞ 1 വർഷം കൊണ്ട് LDF സർക്കാർ സംസ്ഥാനത്തുണ്ടാക്കിയ നേട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന് അസഹിഷ്ണുതയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരം വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ക്ഷേമ ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
നശീകരണ വാസനയോടെ സമീപിക്കുന്നവരോട് ഞങ്ങൾക്ക് തളർച്ചയും അനുഭവപ്പെടില്ല, അല്ലെങ്കിൽ സർക്കാരിന് ഒരു തളർച്ചയും അനുഭവപ്പെടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ആരോഗ്യകരമായ വിമർശനങ്ങളെ എല്ലാ കാലവും സ്വാഗതം ചെയ്യുന്നു. വിമർശനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. എന്നാൽ നശീകരണ വാസനയോടെയുള്ള അല്ലെങ്കിൽ ദുഷ്ടബുദ്ധിയോടെയുള്ള വിമർശനങ്ങളെ സർക്കാർ അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം സൃഷ്ടിക്കാനാണ് നവകേരള മിഷന്റെ ഭാഗമായി 4 മിഷനുകൾ LDF സർക്കാർ സ്ഥാപിച്ചത്. ഇതുവഴി സാധാരണ ജനവിഭാഗത്തിൻ്റെത് ഉൾപ്പെടെയുള്ളവരുടെ ജീവിത സാഹചര്യവും നാടിനെ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. താലൂക്ക് തലം വരെയുള്ള ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് തലം വരെയുള്ള ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി വരും കാലഘട്ടത്തിൽ ഉയർത്തും. ഒപ്പം ക്ഷേമ പെൻഷനുകൾ ഉയർത്തിയതും വിദ്യാഭ്യാസ ലോൺ തിരിച്ചടവ് പദ്ധതിയും ആരോഗ്യ സംരക്ഷണ പദ്ധതി ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളുമായി സർക്കാർ ഇനിയും മുന്നോട്ട് പോകും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ബദൽ സർക്കാർ ആയി മാറുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം മറ്റ് വികസന പദ്ധതികളെ സംബന്ധിച്ചും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കൂടംകുളത്ത് നിന്നും വൈദ്യുതി എത്തിക്കുന്നത് അടക്കമുള്ള പദ്ധതികളിൽ സർക്കാർ ശരിയായ ദിശയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെയുള്ള വികസനത്തിൽ ശ്രദ്ധിക്കും. വിമാനത്താവള വികസനം ഉൾപ്പെടെയുള്ളവ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അത്തരം വികസനത്തിൽ സർക്കാർ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്. സർക്കാരിന്റെ 1ാം വാർഷികം അലങ്കോലപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും ആസൂത്രിത ശ്രമം. യൂത്ത് കോൺഗ്രസും യുവമോർച്ച പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഴിഞ്ഞാടി. പോലീസിന് നേരെയും പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി. ഒരു പോലീസുകാരന് പരിക്കേറ്റു. പീപ്പിളിന്റെ OB വാനും ആക്രമിച്ചു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അക്രമമാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ കാഴ്ചകൾ വ്യക്തമാക്കുന്നു. എച്ച് രാജ, കുമ്മനം രാജശേഖരൻ, പൂനം മഹാജൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത യോഗം അവസാനിച്ചുടൻ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പോലീസിന് നേരെ കല്ലും വടിയും എറിഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചും കൃത്യമായ സ്ഥലങ്ങളിൽ ബാരിക്കേഡ് നിർത്തിയും പോലീസ് സമരത്തെ നേരിട്ടു. അക്രമത്തിൽ നിരവധി പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. പീപ്പിൾ ടിവിയുടെ OB വാൻ യുവമോർച്ച പ്രവർത്തകർ തല്ലി തകർക്കാൻ ശ്രമിച്ചു. OB വാൻ ഓപ്പറേറ്ററായ അനൂപിന് മർദ്ദനമേറ്റു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്രമമുണ്ടാക്കാൻ RSS ശ്രമിക്കുന്നുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ ആസാദ് ഗേറ്റ് ഉപരോധിച്ചു. ഇവരുടെ ഉപരോധത്തിലും സംഘർഷമുണ്ടായി. ഇന്നലെ മുതൽ യുവമോർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തമ്പടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. AK ആന്റണിയുടേത് ദിവാസ്വപ്നം മാത്രമാണ്. രാജ്യസഭാ അംഗത്വത്തിന് കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കില്ലെന്നും യെച്ചൂരി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസുമായി ചേർന്നൊരു സഖ്യം ഉണ്ടാക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല. AK ആന്റണി ആ കാര്യത്തിൽ ഒരു പ്രകടിപ്പിക്കുന്ന അഭിപ്രായം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നൊരു സമീപനമല്ല. കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കാൻ സീതാറാം യെച്ചൂരി തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ കള്ളക്കഥകളാണ്. വരൾച്ച രൂക്ഷമായ വയനാട് പുൽപ്പള്ളിയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ വേറിട്ട മാതൃകയാവുകയാണ് വയനാട് സിറ്റി ക്ലബ് എന്ന കൂട്ടായ്മ. മരം നടുന്നത് മാത്രമല്ല, അവയുടെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തിയാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. പരിപാലിക്കാൻ തയ്യാറുള്ളവരുടെ കൃഷിയിടങ്ങളിലും മറ്റും 20 ഫലവൃക്ഷങ്ങൾ നടുന്ന പദ്ധതിക്ക് ജൂൺ ആദ്യവാരം സമാപനമാകും. സ്കൂളുകളുടെയും കുടുംബശ്രീകളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് കൂട്ടായ്മ വരൾച്ച മേഖലകളിൽ ആയിരക്കണക്കിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. മരങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പരിപാലിക്കാൻ തയ്യാറുള്ളവരുടെ കൃഷിയിടങ്ങളിലും മറ്റുമാണ് മരങ്ങൾ നടുന്നത്. ഇതിനകം 700 ഇടങ്ങളിൽ 20 ഫലവൃക്ഷങ്ങൾ വീതം നട്ടുകഴിഞ്ഞു. ജൂൺ ആദ്യവാരത്തോടെ 1500 ഇടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കും. വയനാടിന്റെ കാലാവസ്ഥ ഡെക്കാൻ പീഠഭൂമിയോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ഒരു കടുത്ത വരൾച്ചയുടെയും കുടിവെള്ളക്ഷാമത്തിൻ്റെയും ഒക്കെ രൂക്ഷത അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വയനാട് മാറി വരികയാണ്. ഇതിന് ഏക പരിഹാരമെന്ന് പറയുന്നത് വയനാടിനെ ഒരു ഗ്രീൻ സോണാക്കി നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കാലാകാലങ്ങളായി പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വൃക്ഷത്തൈകൾ നടുക മാത്രമാണ് ചെയ്തത്.
100ഓളം അംഗങ്ങളുള്ള കൂട്ടായ്മ ജില്ലയിലെ മറ്റിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത്. ലക്ഷങ്ങൾ ചെലവിട്ട് പരിസ്ഥിതി ദിനത്തിലും മറ്റും മരങ്ങൾ നടുന്നുണ്ടെങ്കിലും ഇതൊന്നും കാര്യമായ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് പതിവ്. ഈ സാഹചര്യത്തിലാണ് പൂർണ്ണ പരിപാലനം ലക്ഷ്യമാക്കിയുള്ള കൂട്ടായ്മയുടെ വേറിട്ട പ്രവർത്തനങ്ങൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. 36 വർഷമായി മലപ്പുറത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇല്ലൻ മാസികയ്ക്ക് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം. ഏറ്റവും അധികം കാലം പിന്നിട്ട ഇല്ലൻ മാഗസിൻ എന്ന അംഗീകാരമാണ് കവി മണമ്പൂർ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന ഇന്ന് മാസികയ്ക്ക് ലഭിച്ചത്. 36 വർഷമായി കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണമ്പൂർ രാജൻ ബാബു ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. രചനകൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഹ്രസ്വവും ഹൃദ്യവുമായ കൃതികൾ ആസ്വാദക കൂട്ടത്തിലെത്തിക്കും. MTയും ONVയും സുഗതകുമാരിയും മുകുന്ദനുമെല്ലാം എഴുതിയിട്ടുണ്ട് ഈ കുഞ്ഞു മാസികയിൽ. പാതിയിൽ നിന്നുപോകുന്ന ഇൻലാൻഡ് മാഗസിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിന് കൂടുതൽ കാലം പ്രസിദ്ധപ്പെടുത്തിയതിനുള്ള അംഗീകാരമാണ് ലഭിച്ചത്. ഞാൻ അതിന് കേവലം ഒരു നിമിത്തം മാത്രം ആകുന്നു. ഇത് അത്ര വലിയ ഒരു മാഗസിൻ ഒന്നുമല്ല. സമുദ്രത്തിലെ ഒരു തുള്ളി ജലം പോലെ. M. മുകുന്ദൻ ഒരിക്കൽ, പ്രശസ്ത നോവലിസ്റ്റ് M. മുകുന്ദൻ ഒരിക്കൽ പറഞ്ഞത് ഇത് ഒരു തുള്ളി മാസിക ആണ് എന്നാണ്. അങ്ങനെ ഒരു തുള്ളി മാസിക എന്ന് മാത്രം പറയാവുന്ന ഈ മാസിക 36ാം വർഷത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ സന്തോഷം. അതിന് ഇങ്ങനെ ഒരു അംഗീകാരം ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു ഇടം ലഭിക്കുന്നത് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. യാത്രയിൽ ഈ പാഥേയം എന്ന പോലെ, പൊതിച്ചോറ് എന്നതുപോലെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിനിടയിൽ ലഭിക്കുന്ന ഈ അംഗീകാരത്തെ സ്വീകരിക്കുന്നത്. വരിസംഖ്യയോ വിലയോ ഈടാക്കാതെയാണ് മാസിക വിതരണം ചെയ്യുന്നത്. അച്ചടിക്കും രൂപകൽപ്പനയ്ക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ മലയാളം ബുക്ക് ഡെവലപ്മെന്റ് കൌൺസിൽ പുരസ്കാരവും നേരത്തെ ഇന്നിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊച്ചിയിലെ ഡേ കെയറിൽ കുഞ്ഞിനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ മിനി മാത്യുവിനെതിരെ കൂടുതൽ പേർ മൊഴി നൽകി. മിനി കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്ന് ആയമാർ പാലാരിവട്ടം പോലീസിന് മൊഴി നൽകി. സംസാരിക്കാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ഉപദ്രവിച്ചിരുന്നത്. സഹജീവനക്കാർ എല്ലാവരും തന്നെ മൊഴി നൽകിയിരുന്നു. അതേസമയം പ്രതി മിനി മാത്യുവിന്റെ ജാമ്യാപേക്ഷ കുന്നംപുരം കോടതി തള്ളി. കൊച്ചിയിലെ ഡേ കെയർ ഉടമ മിനി മാത്യു കുട്ടികളെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസാരിക്കാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ഉപദ്രവിച്ചിരുന്നതെന്ന് ആയമാർ പാലാരിവട്ടം പോലീസിന് മൊഴി നൽകി. മറ്റു കുട്ടികൾ വീട്ടിൽ പറയുമെന്ന സംശയത്താൽ അവരെ ഉപദ്രവിക്കുന്നത് കുറവായിരുന്നു. മലമൂത്ര വിസർജനം നടത്തിയാലാണ് കൂടുതൽ പീഡനം. കുഞ്ഞുങ്ങളെ കുളിമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമായിരുന്നു. ഈ സമയത്ത് കരഞ്ഞാൽ കൂടുതൽ മർദ്ദിക്കുമായിരുന്നു. മിനി മാത്യുവിനെ എതിർത്ത് സംസാരിക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ലെന്നും ആയമാർ പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാലാരിവട്ടത്തെ ഡേ കെയറിൽ ഉടമ മിനി മാത്യു 1.5 വയസ്സുകാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് കേസെടുത്ത പാലാരിവട്ടം പോലീസ് മിനി മാത്യുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് മിനി മാത്യുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.